പൊന്മുണ്ട പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്, ഹാജറ അല്ലേ. അപ്പം ലീഗ് ഒറ്റയ്ക്ക് ഒരു ഭാഗത്തും പ്രതിപക്ഷത്ത് ജനകീയ മുന്നണിയും, എങ്ങനെയാണ് കഴിഞ്ഞ കാലത്തെ ഭരണപരാജയമൊക്കെ ഈ ജനകീയ മുന്നണി ആരോപിക്കുന്നുണ്ടല്ലോ? ഭരണപരാജയം എന്ന് പറഞ്ഞാൽ 15 വർഷമായി പൊന്മുണ്ടം പഞ്ചായത്ത് ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നത്. 2010 11 സീറ്റ്, 15 12 സീറ്റ്, ഇപ്പൊ 12 സീറ്റ് ഉണ്ട് അല്ലേ? കഴിഞ്ഞ 6 സീറ്റ് ജനകീയ മുന്നണിയാണ്. ഇപ്പൊ 4 സീറ്റാണ് കോൺഗ്രസിന് ഉണ്ടായിരുന്നത്. അന്ന് ജനകീയ മുന്നണിയല്ല, ഒറ്റക്കായിരുന്നു മത്സരം ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ മത്സരത്താണ് ജനകീയ മുന്നണി ആയിക്കൊണ്ട് 18 സീറ്റിലും അവർ മത്സരിക്കുന്നത്. കോൺഗ്രസും CPM-ഉം മറ്റുള്ള ഇക്കുറി ഒറ്റയ്ക്ക് തന്നെ ലീഗ് മത്സരിക്കുമ്പോൾ വോട്ടർമാരോട് ലീഗിന് പറയാനുള്ളത് എന്താ? നമുക്ക് വികസന നേട്ടങ്ങൾ തന്നെ പറയാം. എടുത്ത് പറയേണ്ട പൊന്മുണ്ടം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന, സംസ്ഥാനത്ത് തന്നെ അറിയപ്പെടുന്ന ആർദ്രം മിഷന്റെ അവാർഡ് വരെ പൊന്മുണ്ടം പഞ്ചായത്തിന് ആരോഗ്യ മേഖലകളിലാണെങ്കിലും മറ്റുള്ള വികസന പ്രവർത്തന രംഗത്താണെങ്കിലും നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന വികസന കാര്യങ്ങളാണ് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുള്ളത്. നമ്മൾ പദ്ധതി വിഹിതമാണെങ്കിലും സർക്കാർ അനുവദിക്കുന്ന നിയമത്തിൽ ഉള്ളിൽ നിന്നുകൊണ്ട് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ മറികടന്നുകൊണ്ട് പൊന്മുണ്ടം പഞ്ചായത്ത് ഒരു പരിധിവരെ നമുക്ക് ചെലവഴിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ നേട്ടം തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് അറിയിക്കാം. ഇവിടെ സൂചിപ്പിച്ച പോലെ കുടിവെള്ളം, താന്നൂർ കുടിവെള്ളം ജലജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് പൊന്മുണ്ടം പഞ്ചായത്തിൽ വലിയ രൂക്ഷമായ രീതിയിൽ റോഡുകളൊക്കെ വെട്ടിപ്പൊളിച്ച് അതിന് ഫണ്ട് അനുവദിക്കാതെ കുടിവെള്ളം പാതി വഴിയിൽ ഉപേക്ഷിച്ച നിലയിൽ നിൽക്കുന്നൊരു അവസ്ഥയാണുള്ളത്. അതൊക്കെ ജനങ്ങളിൽ ബോധ്യപ്പെടുത്തുമ്പോൾ നമുക്ക് പൊന്മുണ്ടം പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് തന്നെ നമ്മൾ ഭരണത്തിൽ വരുന്നുള്ള, ഒറ്റയ്ക്ക് നിന്നാൽ ഇനിയും ജയിക്കും എന്നുള്ള ആത്മവിശ്വാസമാണോ ലീഗിന്? തീർച്ചയായിട്ടും ജയിക്കും. അത് ഞങ്ങൾക്ക് പരിചയമുള്ളതുമാണ്. വോട്ടർമാരെ ഞങ്ങൾക്ക് സമീപിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഏത് നിലക്കും ഞങ്ങൾ നല്ലൊരു ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വരും, യാതൊരു സംശയമായിരുന്നു. കോൺഗ്രസിനെ കൂട്ടിയല്ലേ ഭരിക്കേണ്ടത്? അതായത് നമ്മൾ എന്തിനാണ് ഒരാളെ കൂട്ടുക? ഒറ്റയ്ക്ക് നേരിടാൻ പറ്റാതാവുമ്പോഴല്ലേ. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഇവിടെ ഗ്രാസ് റൂട്ടിൽ നല്ല ബെൽറ്റാണ്. അത് ശരിക്ക് അവർ തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രമാണെന്നത്. ശരി, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇത് കോൺഗ്രസ് അല്ല. ഈ 2 തവണ വന്ന MLA അയാളുടെ നിലനിൽപ്പിന് വേണ്ടിയാക്കിയ ഒരു രാഷ്ട്രീയ ഗിമ്മിക്ക് മാത്രമാണത്. ഞങ്ങളതാ മനസ്സിലാക്കുന്നത്. ശരി, നിയമസഭാ തെരഞ്ഞെടുപ്പാണല്ലോ വരുന്നത്. അപ്പോൾ ഒരു കൂട്ടായ്മ വേണമല്ലോ. നമുക്കത് പ്രതീക്ഷിക്കാമോ ഇനി ഭാവിയിലെങ്കിലും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ? ഇങ്ങനെ ഈ പോക്കുപോലെ ഒരിക്കലും സാധ്യത ആവില്ലത്. കാരണം നിയമസഭയിൽ അവർ ഒറ്റക്ക് നിൽക്കുക എന്നുള്ള ഇതിനോട് കൂടിയിട്ടാണ് ഈ പ്രവർത്തനം നടത്തുന്നത്. കൂട്ടായ്മയുള്ള പോകണ വെക്കുകയാണെങ്കിൽ ഈ അബ്ദുറഹ്മാൻ അത് ഒരു പ്രശ്നപരിഹാരം ഉടനെ ഒന്നും ഉണ്ടാവില്ലെന്നാ ഈ നേതൃത്വം തീരുമാനിക്കട്ടെ. അല്ല, ഇതിൽ കൗതുകം ഉണ്ടാക്കുന്ന ഞങ്ങളുടെ ഒരു ചോദ്യമായി. അതായത് പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ നിങ്ങൾ രണ്ടായിട്ട് പ്രകടനങ്ങൾ നടത്തുന്നു, 2ആയിട്ട് വീട് കയറുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾ വീണ്ടും തോളിൽ കൈയിടുന്നു. ഇത് എങ്ങനെ, ഈ അനുഭവം എങ്ങനെയാണ്? ഇവിടെ വ്യക്തിപരമായിട്ട് നമ്മൾ തമ്മിൽ ഒരു പ്രശ്നങ്ങളും ഇവിടെ ഇല്ല. രാഷ്ട്രീയപരമായിട്ട് ഇവരുണ്ടാക്കുന്ന ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ഒരു ഗിമ്മിക്കിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വിഷയം തന്നെയാണ്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരിഹാരമാവുന്നു. ഞങ്ങളെ ജില്ലയുടെ ജില്ലാ UDF കമ്മിറ്റി നമ്മളെ വിളിച്ചപ്പോൾ ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എങ്ങനെയെങ്കിലും തീരുന്നത്, അവസാനം അവിടുന്നെങ്കിലും തീരുമാനം ഉണ്ടാവുന്നു. പക്ഷേ ഞങ്ങൾ പ്രതീക്ഷയൊക്കെ അസ്തമിച്ച ഒരു അവസ്ഥയിലേക്കാണ് പോയത്. ഒരു രക്ഷയുണ്ടായില്ല. നമ്മളുടെ വാദങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ അതിനൊക്കെ അവർ തെറ്റിപ്പോണ ഒരു അവസ്ഥയിലേക്കാണ് പോയത്. ശരി, അപ്പോ ഇതാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം വൈലത്തൂരാണ്. ഈ വൈലത്തൂർ ടൗണിന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ സമയത്ത് കഴിഞ്ഞ മുമ്പ് വി അബ്ദുറഹ്മാൻ MLA ആയിരുന്ന സമയത്ത് ഈ ടൗൺ വികസനം യാഥാർത്ഥ്യമാക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിനുവേണ്ടി 6 കോടി രൂപയല്ലേ, 6 കോടി രൂപയെ ഫണ്ട് വകയിരുത്തി തലക്കടത്തൂർ മുതൽ കുറ്റിപ്പാല വരെ ടൗൺ വികസനം നടപ്പിലാക്കുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ സമയത്ത് ഇവിടുത്തെ ബിൽഡിംഗ് ഓണേഴ്സുമായിട്ട് ഒരു ചെറിയ ഡീൽ ഉണ്ടാക്കി. ആ ഡീലിന്റെ ഭാഗമാണ് ഇങ്ങനെ വൈലത്തൂർ ടൗൺ വികസനം ഈ പാതി വഴി ഉപേക്ഷിക്കുന്ന രീതിയിൽ മാറിയിട്ടുള്ളത്. 2 മീറ്ററോളം സ്ഥലങ്ങൾ ഇവിടുത്തെ പിന്നെ ബിൽഡിംഗ് ഓണേഴ്സ് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞിട്ട് പോലും വൈലത്തൂർ ടൗൺ വികസനം നടപ്പിലാക്കുന്നില്ല. പ്രത്യേകിച്ച് വൈലത്തൂരിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി ആളുകൾ റെയിൽവേ സ്റ്റേഷൻ, തിരൂർ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, കോട്ടക്കൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ആളുകളുണ്ട്. പല ആളുകളും ആശ്രയിക്കുന്ന ടൗണാണ്. മണിക്കൂറുകളോളം വൈലത്തൂർ ടൗൺ വികസനം ഈ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങുന്നത്. അപ്പോൾ ഇതിനടക്കം എന്താ പറയുക, ഒരു പരിഹാരം കാണാൻ ഇവിടുത്തെ MLAക്ക് സാധിച്ചിട്ടില്ല. എന്തായാലും മുസ്ലിം ലീഗുകാർ പറയുന്നതനുസരിച്ച് ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് പിന്നിൽ ഒരു അദൃശ്യമായ പോയിന്റ് ഉണ്ട്. അത് മന്ത്രി വി അബ്ദുറഹ്മാൻ. നമ്മളിപ്പോൾ മുസ്ലിം ലീഗിന്റെ വേർഷനാണ് കേട്ടത്. നമുക്കിനി കോൺഗ്രസ്സുകാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം.